കണ്ടംപററി ഫ്ലോട്ടിംഗ് റൂഫ് സ്റ്റൈലിലുള്ള ഇലവേഷനാണ് ഈ വീടിന് വേണ്ടി ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോട്ടയത്തുട കുടമാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ആശയവുമായിട്ടാണ് ഈ സാറ് നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുന്നത്. ഈ സാറിന് ടീച്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് അധ്യാപകരായിട്ട് വളരെ കാലം ദൂര സ്ഥലത്ത് താമസിക്കും. അവരിടയ്ക്ക് നാട്ടിൽ വന്ന് തറവാട്ടിൽ വരികയും വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ തറവാടിനോട് തൊട്ട് ചേർന്ന് തന്നെ അവരവരുടെ റിട്ടയർമെന്റ് കാലത്ത് താമസിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരൊരു വീട് വെക്കുന്ന ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നത് ഭയങ്കര വ്യത്യസ്തമായിരുന്നു. അതായത് തികച്ചും വ്യത്യസ്തമായിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞത് ഒരു പ്ലാനിങ്ങിലായിക്കോട്ടെ എലിവേഷനിലായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ സാധാരണ രീതിക്ക് കാണുന്നതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ കോട്ടയം ഏരിയയിലേക്കൊക്കെ ഈ ടൈപ്പിലുള്ള ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള വീട് വളരെ കുറവാണ്. അതെ, എക്സ്പെഷ്യലി ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പോലെ ഇത്ര ഏജ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ ഇത്ര ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ അങ്ങനെ കാണാറുമില്ല. അപ്പൊ തികച്ചും വ്യത്യസ്തമായിട്ടൊരു ആവശ്യമായിട്ടാണ് പുതുമയുള്ള എല്ലാ തരത്തിലും പുതുമയുള്ള രീതിയിലുള്ള ഒരു വീട് വെച്ച് കിട്ടണമെന്നായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. ഈ വീടിന്റെ ഇന്റീരിയറിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കഷൻ നടത്തി നമ്മൾ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ വീട് നിൽക്കുന്നത് ഇതിന്റെ തറവാട് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. അവിടെ ഇപ്പൊ ഈ ഗൃഹനാഥന്റെ അനിയനും കുടുംബവും അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അതിനോട് തൊട്ട് ചേർന്ന് ഓരോരുത്തർ പറഞ്ഞാൽ രണ്ട് വീടും കൂടെ ചേർന്ന് ഒറ്റ വീടാന്ന് വേണം നമുക്ക് പറയാം. അത്രയ്ക്ക് ക്ലോസ് ആയിട്ടാണ് ഈ രണ്ട് വീടുകളും വരിക. തന്നെയല്ല ഇവരുടെ തറവാട് വീടാണ് അത്. അപ്പൊ ഇവര് വർഷങ്ങളായിട്ട് ഇവര് നാട്ടിൽ വരുമ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ഇവരുടെ ഓർമ്മയുള്ള വീട് അതാണ്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഇവരുടെ മക്കൾക്കാണെങ്കിലും ഇനിയുള്ള കാലത്ത് അവരുടെ തറവാടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന വീടും ഇതാണ്. അപ്പൊ എല്ലാ ജനറേഷനെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ ഈ രണ്ട് വീടുകളുടെ ഇടയിലുള്ള ആ ഒരു കോമൺ സ്പേസ് ആയിരിക്കും ഇവരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിട്ട് വരിക. അപ്പൊ ആ സ്പേസിനെ മാക്സിമം അഡ്രസ് ചെയ്ത് തന്നെയാണ് ഇതിന്റെ പ്ലാനിങ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്. ഇതിന്റെ ഡ്രോയിങ് റൂമും ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും ഒക്കെ ഒരു ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് അതുപോലെ തന്നെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു വലിയ സ്ലൈഡിങ് വിൻഡോ ഉണ്ട്. അത് തുറന്നിറങ്ങുന്നത് പുറകിലെ ഒരു കോട്ടയാട് പോലെ ഒരു ബാക്ക്യാർഡ് പോലത്തെ ഒരു സ്പേസിലേക്കാണ്. അത് തൊട്ടടുത്ത ആ തറവാടിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ആ സ്പേസ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഗാദർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ആ സ്പേസിനെ മൊത്തത്തിൽ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ആ സ്പേസിനെ അത്രയും വിശാലമായിട്ട് ഒറ്റ ഓപ്പൺ കോൺസെപ്റ്റിൽ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ആ പഴയ തറവാടിലോട്ടുള്ള വശത്ത്, അതായത് കിഴക്ക് വശത്ത് അവിടെയുള്ള വിൻഡോകൾക്ക് മാക്സിമം സൈസും ഹൈറ്റും കൊടുക്കാനായിട്ട് നോക്കി. അപ്പൊ അത് അത്തരം വലിയ വിൻഡോസ് കിഴക്ക് വശത്ത് കൊടുത്തപ്പോൾ ഒന്ന് ഈ മോർണിംഗ് ടൈമിലൊക്കെ നല്ല വെയില് നല്ല ഒരു വെളിച്ചം ഈ വീട്ടിലേക്ക് കിട്ടുകയും ചെയ്യും. ഡ്രോയിങ് റൂം ആയാലും ഡൈനിങ് ആയാലും കിച്ചൺ ആയാലും ഒക്കെ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് കൊടുത്തിട്ടാണ് അതിൻ്റെ ഫർണിച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പരിധിയിലധികം മാസീവായിട്ടുള്ള ഒബ്ജക്റ്റുകളൊന്നും കയറ്റാൻ ശ്രമിച്ചില്ല. ഈവൻ അതിന്റെ സ്റ്റെയർ കേസ് ആണെങ്കിൽ പോലും വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ആണ് നമ്മളവിടെ ഡിസൈൻ സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വീടിനെ 2 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതും രണ്ടും തമ്മിൽ ഒരു 45 ഡിഗ്രിയുടെ ചെരിവിൽ വരുന്ന രീതിയിലാണ് ഈ വീടിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ചെരിവ് തന്നെയാണ് ഈ വീടിന്റെ എലിവേഷൻ അത്രയും ഭംഗി കൊടുക്കുന്നതും. ഈ വീടിന്റെ അകത്ത് കയറുമ്പോഴാണെങ്കിലും നമുക്കൊരു വ്യത്യസ്തത നമുക്ക് മൊത്തം തോന്നുന്നതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ 40 ഡിഗ്രിയുടെ ചെരിവാണ്. അതുപോലെ തന്നെ നമ്മൾ ആ വീടിന്റെ ചുറ്റുമുള്ള വഴി കൂടെ പോകുമ്പോൾ ഏത് ഡയറക്ഷനിൽ പോയാലും ആ വീട് നമ്മളിലേക്ക് ഫേസ് ചെയ്ത്, അപ്പൊ അതും ആ വീട് ഈ ഒരു ആംഗിൾ കൊടുത്തത് പ്ലോട്ടിൽ ഫേസ് ചെയ്ത് ആക്ച്വലി ആ ആംഗിൾ ആ പ്ലാനിന്റെ പ്രത്യേകതയാണ് ആ വീടിന്റെ എലിവേഷൻ അത്രയും ഭംഗി കൊടുക്കുന്നത്. ടിപ്പിക്കൽ ശൈലിയിൽ നിന്ന് വിട്ടിട്ട് ഒരു മോഡേൺ രീതിയിൽ ചെയ്ത വീടായതുകൊണ്ട് തന്നെ സാധാരണ വീടുകൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മുറ്റമൊന്നും നമ്മൾ ഈ വീടിന് കൊടുത്തിട്ടില്ല. ഇതിന് നമ്മൾ ആ വീടിനോട് തന്നെ വീട് ഒരു ലോണിനകത്ത് നിൽക്കുന്ന രീതിയിൽ മാക്സിമം ഗ്രീനറി വീടിനകത്ത് നിന്ന് വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ രീതിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചത്. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നത് സാറിന്റെയും ടീച്ചറിന്റെയും ഒരു റിക്വയർമെന്റ് തന്നെയായിരുന്നു. അതായത് അവരൊരു
അവർക്ക് അങ്ങനെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള വീട് വേണമെന്ന് അവർക്ക് നിർബന്ധം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിരുന്ന കളറും നമ്മളിപ്പം വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഗ്രേയും വൈറ്റും ഒക്കെ അടങ്ങുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും ആണ് അതിനകത്ത് യൂസ് ചെയ്തത്. ആക്ച്വലി ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലസന്റ് കളർ തന്നെയാണ് ആ വീടിന് ഒരു നല്ല ഭംഗി കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഇലവേഷൻ വന്നിട്ടുള്ള ആ ബോക്സ് സ്ട്രക്ചർ ആണ് അതിന്റെ മെയിൻ ഒരു പാർട്ട്. ഇലവേഷന്റെ ഭംഗിയുടെ ഒരു മെയിൻ കണ്ടംപററിനെയും ബോക്സ് ടൈപ്പിനെയും കൂടെ കൃത്യമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇലവേഷന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ കോണ്ടംപററി ബോക്സ് ടൈപ്പിൽ ചെയ്ത ഒരു വീടുകളിലെ ഏറ്റവും ആദ്യത്തെ വീടായിരിക്കും ഒരു പക്ഷേ ഇത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല ഘടകങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു നല്ല പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ്.